ഹായ് വിച്ചമരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി മഴയാണ്. മഴയും പിന്നെ പ്രത്യേകിച്ച് ഇന്ന് നല്ല അടിപൊളി ഒരു ഞായറാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ സ്പെഷ്യലാണ്. അങ്ങനത്തെ ചിക്കൻ കറിയും നല്ല ചപ്പാത്തിയാണ്. നമ്മൾ ചപ്പാത്തി ഇത് സെറ്റാക്കാൻ പോവുകയാണ്. അങ്ങനെ ചിക്കൻ കറി അകത്ത് സെറ്റായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചിക്കൻ കറി വീഡിയോ കാണിക്കുന്നത് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ചപ്പാത്തി വെച്ചൊരു സെറ്റ് നമുക്കൊന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഞാൻ വെളിയിൽ പ്രത്യേകിച്ചൊരു സെപ്പറേറ്റ് അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. അതായത് വിറവടുപ്പ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മളെ ഇരുമ്പ് ദോശകലം കേട്ടോ. അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കിയതാണ്. പക്ഷേ അത് കാണുമ്പോൾ ഒരു വൃത്തിയും പിന്നെ ഇല്ലാത്തതുപോലെ തോന്നും. പക്ഷേ എങ്കിലും അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഈ വിറകടുപ്പിലാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിറകടുപ്പിലാണ് നമ്മൾ ചിക്കനൊക്കെ സെറ്റ് ചെയ്തത് കേട്ടോ. ചിക്കൻ കറിയൊക്കെ സെറ്റ് ചെയ്തത്. പിന്നെ അതിന് ശേഷമാണ് ഇത് നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഒന്ന് സെറ്റാക്കി ഉടനെ എടുക്കാം കേട്ടോ. നല്ല അടിപൊളി മഴ ആയതുകൊണ്ട് നമുക്ക് സ്പീഡിൽ തന്നെ പെട്ടെന്ന് ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാം. എന്നിട്ട് പെട്ടെന്ന് കഴിച്ച് തീർക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ കറിയിലേക്കാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി നല്ലതുപോലെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ വിറകടുപ്പിൽ നിന്ന് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമ്മളിതിനെ ഇപ്പോൾ സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് വെറുതെ ഒന്ന് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കളറൊക്കെ നോക്കുമ്പോൾ വെച്ചാൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിലധികം എണ്ണയോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചേർത്തല്ല കേട്ടോ. അതായത് ഞങ്ങളിവിടെ മുട്ടക്കോഴി എന്ന് പറയും കേട്ടോ. അതായത് നമ്മുടെ ഇറച്ചിക്കോഴിയുണ്ട്, അതുപോലെ മുട്ടക്കോഴിയുണ്ട്. അതായത് മുട്ടയൊക്കെ ഇട്ട് ഏകദേശം ഒതുങ്ങുന്ന സമയത്ത്, അതായത് മുട്ടയൊക്കെ തീർന്നു വരുന്ന സമയത്ത് ആ കോഴി അവർ ഇതേപോലെ ഇറച്ചിക്കായിട്ട് ഉപയോഗിക്കും കേട്ടോ. അങ്ങനെയുള്ള കോഴിയാണ് അത്. ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാര്യം പല സ്ഥലങ്ങളിൽ ഇത് അറിഞ്ഞു കേട്ടോ. മുട്ടക്കോഴി എന്താണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അപ്പോൾ ഞാനൊരു ദിവസം ഫുള്ളായിട്ടൊരു മുട്ടക്കോഴി കാണിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളെ ഇന്ന് ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. ഞങ്ങളുടെ ഇത്തിരി ഗ്രേവി കൂടുതലാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതായത് ഗ്രേവി കുറച്ച് കൂടുതലാണ്. അതായത് ചപ്പാത്തിക്കൊക്കെ നല്ലപോലെ ഇത്തിരി ഗ്രേവി വേണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക കഴിക്കാൻ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ നമ്മളെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല ചൂട് ചിക്കൻ കറിയാണ്. അതുപോലെ ചൂട് ചപ്പാത്തിയും പിന്നെ ഒരു ചൂട് കട്ടനും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ സാധനമൊക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയും എല്ലാം നമുക്കിനി ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്കൊരു പ്ലേറ്റിലാക്കി അതിനെക്കാട്ടി സ്പീഡിൽ തന്നെ നമുക്കിതിനെ വയറിലേക്ക് ആക്കാനുണ്ട്. കാര്യം പുറമേ അതായത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴയും നല്ല തണുപ്പുമാണ്. അങ്ങനെ നമ്മളതൊരു പ്ലേറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലേറ്റിലേക്ക് 2 ചപ്പാത്തിയും വെച്ചു. അതിനുശേഷം നമ്മൾ ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളിത് ചപ്പാത്തി ചിക്കൻ കറി നിങ്ങൾ വീട്ടിൽ കഴിക്കുന്നവരാണ് എങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് ഇഷ്ടം തോന്നി കേട്ടോ. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റുമായിരുന്നേ. അങ്ങനത്തെ ഞാൻ ഒരു ഐറ്റം മറന്നെന്ന് കരുതി കേട്ടോ. അങ്ങനത്തെ ആ ഐറ്റം കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെറും കട്ടനാണ് കേട്ടോ. ഗ്ലാസ്സിൽ നല്ല ചൂട് കട്ടനുമാണ്. അപ്പോൾ വശം വരെ നമ്മളിത് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാച്ചി വീഡിയോ വിട്ട് കാണാം. അതുവരെ ബൈ.